നമസ്കാരം, ഞാൻ സോഹൻ ഡൊമിനിക്. ഞാൻ സിദ്ധു സജീവ്. ഞാൻ കെബിൻ സെബാസ്റ്റ്യൻ. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ നെട്ടൂർ എന്ന ടൗണിലാണ്. അജ്മൽ ഹോൾഡിങ്സിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായ വി അജ്മൽ സാറിനെ മീറ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമസ്കാരം. ഇന്ന് നമുക്കിപ്പോൾ ഉള്ളത് അജ്മൽ ബിസ്മി ഹോൾഡിങ്സിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായ വി എ അജ്മൽ സാറാണ്. സാർ നമസ്കാരം. സാർ എങ്ങനെയാണ് ഈ അജ്മൽ ബിസ്മിയിലേക്ക് ഫീൽഡിലേക്ക് എത്തിയത്? റീറ്റെയിലോട്ടാണോ ഉദ്ദേശിച്ചത്? റീറ്റെയിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു 2000 അതിൻ്റെ ഒരു 2003 എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഈ മിഡിൽ ക്ലാസ് നന്നായിട്ട് ഏൺ ചെയ്ത് വരുന്ന മിഡിൽ ക്ലാസിൻ്റെ നല്ല ഒരു സ്ട്രോങ്ങർ സ്റ്റേജ് ആയിരുന്നു ഒരു 2000 കാലഘട്ടമൊക്കെ. അപ്പം റീറ്റെയിലിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. മെയിൻലി ഞാൻ അതിനു മുമ്പ് LGയുടെയും വീഡിയോ കൊണ്ടൊക്കെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു. ശരിക്കും ഇലക്ട്രോണിക്സ് ബിസിനസ് നന്നായിട്ട് ഫ്ലറിഷ് ചെയ്ത് കയറി വരുന്ന ഒരു ടൈമായിരുന്നു. അധികം കോമ്പറ്റീറ്റേഴ്സും ഇല്ലായിരുന്നു. ഓക്കെ, ആ ഒരു സമയത്താണ് റീറ്റെയിൽ എന്നുള്ള ഇതിലോട്ട് വരുന്നത്. കടന്നു വന്ന വഴികളിൽ സാറിന് ഉപയോഗിക്കേണ്ടി വന്ന സ്ട്രാറ്റജീസ് അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതേപോലെ നമ്മൾ സോഷ്യൽ മീഡിയയോ അങ്ങനെയുള്ളതൊക്കെ വളരെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഒട്ടും ആക്റ്റീവായിട്ടില്ല. അപ്പം മെയിനായിട്ട് നമ്മൾ അന്ന് ശരിക്കും ബ്രിക്ക് ആൻഡ് മോട്ടാർ എന്താ പറയുക റീറ്റെയിൽ സ്റ്റോറുകളായിരുന്നു, ഓൺലൈനൊന്നും അങ്ങനെയില്ല. അപ്പം നമ്മൾ സ്റ്റോറുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കൺസെപ്റ്റ് തന്നെയായിരുന്നു പണ്ട് മുതലേ കണ്ടുവന്ന. അതേപോലെ നമ്പർ ഓഫ് സ്റ്റോഴ്സ് കൂട്ടുക, അല്ലെ ഒരു സ്റ്റോറിൽ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സക്സസ് കഴിയുമ്പോൾ അല്ല അത് ഒരു ബ്രേക്ക് ഈവൻ ലെവലിലോട്ട് ആകുമ്പോൾ അടുത്ത സ്റ്റോറിലോട്ട് പോകും. അങ്ങനെ ഒരു ഏരിയ കവർ ചെയ്ത് എന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഇലക്ട്രോണിക്സിൻ്റെ കേസ് പറയുവാണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ കാലഘട്ടം ഇന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒന്നും കൂടെ ഭയങ്കര കോമ്പറ്റീറ്റീവ് വേറൊരു സെഗ്മെന്റ് തന്നെ വന്നു, ഒരു ഓൺലൈൻ സെയിലും കൂടെ വന്നു. പണ്ടൊക്കെ ഓഫ്ലൈൻ മാത്രമേ ഉള്ളൂ. നമുക്ക് കോമ്പറ്റീറ്റ് ചെയ്യുന്നത് ആകെ നമ്മുടെ റീറ്റെയിൽ കോമ്പറ്റീറ്ററായിട്ട് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് ഒത്തിരി ഓപ്ഷൻസ് അതിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ അന്ന് ഏറ്റവും കൂടുതൽ സർവീസ് ഓറിയൻറ്റഡ് അല്ലെ, ഏറ്റവും നല്ല കസ്റ്റമർക്ക് ഏറ്റവും നല്ല സർവീസ് കൊടുക്കുക, സർവീസ് ബാക്കപ്പ്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് ഇലക്ട്രോണിക്സിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബില്ലിംഗ് കഴിഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ്, ഒരു TV താങ്കൾ എടുത്തു കഴിയുമ്പോഴാണ് നമ്മൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ തുടങ്ങുന്നത്. കാരണം അതിൻ്റെ ഇൻസ്റ്റലേഷൻ കൊടുക്കണം, അതിൻ്റെ സർവീസ് ബാക്കപ്പ്, അതിലാണ് നമ്മൾ കൂടുതൽ കസ്റ്റമർ കെയറിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ അതിനെയാണ് കൂടുതൽ നമ്മൾ മാർക്കറ്റ് ചെയ്തത്. അതാണ് അതിൻ്റെ ഒരു USP, അതായിരുന്നു അതിൻ്റെ ഒരു സക്സസ്. സാർ, നമ്മുടെ ഇന്ത്യയിലെ ബിസിനസ് എൻവയൺമെൻറ്റും ദുബായിലെ ബിസിനസ് എൻവയൺമെൻറ്റും ഡിഫറൻ്റ് ആണ്. ടാക്സ് റേറ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ്, ലേബർ കോസ്റ്റ്. അപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ എക്സ്പീരിയൻസിൽ ദുബായിൽ ബിസിനസ് ചെയ്യുന്നതാണോ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നതാണോ ഏറ്റവും നല്ലത്? ശരിക്കും നമുക്ക് റിസ്ക് കുറവായിട്ട് റിസ്ക് കമ്പയർ ചെയ്യാം. നമ്മളൊരു സ്റ്റാർട്ടപ്പ് ആണെന്ന് വിചാരിക്കും. ഇപ്പം നിങ്ങൾ ഒരു ബിസിനസ്സിലോട്ട് വരികയാണെങ്കിൽ ഏറ്റവും റിസ്ക് കുറച്ച് വേണമല്ലോ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് സക്സസ് ആക്കാൻ. അതിന് ഏറ്റവും നല്ല ബെസ്റ്റ് മണ്ണ് ഇന്ത്യ തന്നെയാണ്. ഒരിക്കലും നമ്മൾ പണ്ട് 70s-ലും 80s-ലും പോയവർ ഭയങ്കര രീതിയിൽ എന്താ പറയുക ഒരു റിച്ചായ പോലെയൊന്നും ഇന്നത്തെ കാലത്ത് ഒരു കൺട്രിയിലും നടക്കില്ല. കാരണം അതേപോലത്തെ അക്യൂട്ട് കോമ്പറ്റീഷനും അതേപോലെയുള്ള എക്സ്പെൻസുകളാണ്. അപ്പോൾ ദുബായിലും എനിക്ക് ബിസിനസ് ഉണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന എന്താ വെച്ചാൽ ദുബായിൽ ശരിക്കും ലോസ് ഒക്കെ നല്ല, പക്ഷെ എല്ലാം ഭയങ്കര ഹൈലി പെയ്ഡ് ആണ്. നമ്മൾ ഒരു ബിസിനസ് റൺ ചെയ്ത് അതിനൊരു എന്താ പറയുക ഒരു ബ്രേക്ക് ഈവൻ ലെവലിലോട്ട് എത്തിക്കാൻ വരെ നമ്മുടെ ക്യാപിറ്റൽ നന്നായിട്ട് ഇറങ്ങും. അതുവരെ പിടിച്ചു നിൽക്കാനും പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. എവിടെയും ബിസിനസ്സിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് നമ്മൾ എങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്ത് നമ്മൾ എത്രത്തോളം അതിലോട്ട് ഇൻവോൾവ് ആയി ചെയ്യുന്നതിനാണ് ഇതിന്റെ സക്സസ് റേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫീൽഡിലേക്ക് വരാനുള്ള സാർ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ബിസിനസ് എൻ്റെ ഒരു മദറിന്റെ സൈഡിൽ കൂടെ ഒരു ബിസിനസ് ഫാമിലിയിൽ നിന്ന് വന്നത്. അപ്പൊ എന്റെയൊക്കെ ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ എന്റെ ഗ്രാൻഡ് ഫാദർ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹം ഗവൺമെന്റ് ഫോറസ്റ്റ് കോൺട്രാക്ടർ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ടാണല്ലോ വളരുന്നത്. അപ്പൊ അവിടെ നിന്ന് കിട്ടിയൊരു ഇൻസ്പിറേഷൻ ആണ്. ഈരാറ്റുപേട്ടയാണ് എൻ്റെ മദറിന്റെ നാട്. പൊതുവെ എല്ലാവരും ബിസിനസ്സിനോട്
ചെറുപ്പം മുതലേ കുട്ടികൾ ബിസിനസ്സിലോട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ കണ്ട് നമ്മൾ ശരിക്കും അതൊക്കെ നമ്മൾ അന്നൊക്കെ അതാണ് നമ്മൾ ഭയങ്കര ഇൻസ്പിറേഷൻ. അപ്പം തീർച്ചയായും അതാണ് ബിസിനസ്സിലോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം. ഓൺട്രപ്രണർ എന്ന നിലയിൽ കറന്റ് സിനാരിയോയിൽ നേരിടുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മള് കേരള മാർക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഓവർ ഫ്ലഡഡ് ആണ്, ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ഓക്കെ, നമ്മളൊരു 2000-ലൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു സിനാരിയോ അല്ലേ ഇപ്പൊ ശരിക്കും. പുതിയ തലമുറകളും ആസ്പിറേഷൻ കൂടെ ഒത്തിരി പേര് ബിസിനസ്സിലോട്ട് സമാന ഫീൽഡുകളിലോട്ട് തന്നെ ഏത് ഇൻഡസ്ട്രി എടുത്താലും. സോ ശരിക്കും പറഞ്ഞാൽ ഇത് ഫ്ലഡഡ് ആ ശരിക്കും. ഞാനിതിൽ കാണുന്ന ഏറ്റവും വലിയ അപ്പൊ നമ്മുടെ മാർജിൻ, നമ്മുടെ എക്സ്പെൻസ് ഒരിക്കലും താഴത്തോട്ട് പോകില്ല. നമ്മുടെ എക്സ്പെൻസ് എപ്പോഴും ഡേ ബൈ ഡേ അപ്പ് ആവുന്നു. പക്ഷേ ഓവർ കോമ്പറ്റീഷൻ വരുമ്പോൾ നമ്മുടെ മാർജിൻസ് ഷ്രിങ്കായി വരും. അപ്പം ഏത് ഇൻഡസ്ട്രിയിലും ഫണ്ട് ഉണ്ടാക്കിയതിനേക്കാളും വളരെ കുറവ് തിൻ മാർജിനിലോട്ട് നെറ്റ് പ്രോഫിറ്റുകൾ വരും. അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ശരിക്കും നിങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് ഏതാണ് ഏറ്റവും നല്ല മാർക്കറ്റ് അല്ലെങ്കിൽ നിഷ് മാർക്കറ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഞാനിപ്പോൾ പല സ്റ്റേറ്റ്സ് ട്രാവൽ ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഇതാണ് നമ്മുടെ ഇതിന്റെ ഒരു 10-1 പോലും ആയിട്ടില്ല പല ഇൻഡസ്ട്രി അതിന്റെ അടുത്തുപോലും എത്തിയിട്ടില്ല. അവിടെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആൻഡ് ഫാമേഴ്സ് ആണെങ്കിലും കൂടുതൽ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് അഗ്രികൾച്ചർ ഫീൽഡ് ആണെങ്കിൽ എല്ലാവരും റിച്ച്, നന്നായിട്ട് ഫണ്ടുണ്ട്, ഫണ്ടിന് ഒരു കുറവില്ല ശരിക്കും. അതാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. സാറിൻ്റെ ഇൻ്റർവ്യൂവിന് താഴെ ഞാൻ രസകരമായിട്ടൊരു കമൻറ്റ് കണ്ടു. തൊഴിലാളിയുടെയും തൊഴിലുടമയുടെയും സ്നേഹബന്ധത്തിൻ്റെ വില അറിയണമെങ്കിൽ അത് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുള്ളത്. എന്താണ് അതിൻ്റെ ഒരു എസൻസ്? അതിന്റെ എസൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ഇൻഹെറിറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഞാൻ അത് രണ്ട് രീതിയിൽ നമുക്ക് ബിസിനസ് നടത്താം. ഒന്ന്, നമുക്ക് ഒരാളെയും ട്രസ്റ്റ് ചെയ്യാതെ നമ്മൾ എല്ലാം നമ്മളിലൂടെ റൂട്ട് ചെയ്യണം എന്ന് പറയും. എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നവരെ 100% ട്രസ്റ്റ് ചെയ്യും. അങ്ങനെ അല്ലാത്തവർ എൻ്റെ കൂടെ വരുന്നവര് അല്ലാത്തവരില്ല എന്നുള്ള ട്രസ്റ്റാണ് ഞാൻ ആദ്യം കൊടുക്കുന്നത്. അവരെയാണ് ഞാൻ ഡെവലപ്പ് ചെയ്യുന്നത്. എൻ്റെ ഒരു സെക്കൻഡ് ലൈൻ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ടീമിനെ അവരിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കടകളിൽ കൂടുതലും ഞാൻ അവരുടെ കോൺഫിഡൻസ് ആണ് മൊറയില് ബൂസ്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരാൾ വർക്ക് ചെയ്യുന്നതിന് പകരം 100 കണക്കിന് ആള് ആ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. ആ കമ്പനി അങ്ങനെ സ്വന്തമാണെന്നുള്ള ഫീൽ വരുന്നത്, ഓണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ എംപയർ നെറ്റ്വർക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. എന്നും നമുക്കൊരു ടെൻഷൻ ആയിരിക്കും. അവിടെ തുടങ്ങും, അവിടെ എന്താ നടക്കുന്നത്. ഓവറായിട്ട് നമ്മൾ സ്ട്രെസ് അതിന് മുകളിൽ നമ്മൾ എടുക്കേണ്ടി വരും. ഞാൻ ഒട്ടും സ്ട്രെസ് എടുത്ത് ബിസിനസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. എപ്പോഴും റിലാക്സ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ഫാമിലി മെമ്പേഴ്സ് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് വേണം, അവരിൽ ഞാൻ അത്രയും ഇൻട്രസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അത്രയും പവർ അല്ലെങ്കിൽ ആ ഇൻഡിപെൻഡൻസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അവരുടെ ഐഡിയാസ് അവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നു, ട്രൈ ചെയ്യാൻ പറ്റുന്നു. അതിനുപോലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു ബോണ്ടിങ് വരുന്നത്. അതിന്റെ ഒരു റിസൾട്ടാണ് ആ കാണുന്നത്. സാർ എങ്ങനെയാണ് സാർ ബിസിനസ് ലൈഫും പേഴ്സണൽ ലൈഫും ബാലൻസ് ചെയ്യുന്നത്? ബിസിനസ് ലൈഫും ഫാമിലി ലൈഫും പറയാൻ ശരിക്കും കുറച്ച് നന്നായിട്ട് തന്നെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു സ്പേസ് കിട്ടുന്നുണ്ട്. എൻ്റെ ഫാമിലി ലൈഫും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്പേസ് എനിക്ക് നല്ല രീതിയിൽ കിട്ടുന്നു. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ഫാമിലി ലൈഫിന് ഒരു സ്പേസ് ഉണ്ടാവും. നമ്മൾ അവരെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതെല്ലാം നമുക്ക് കണക്ട് ചെയ്ത് കൊണ്ടാകും. എംപ്ലോയീസുമായിട്ടുള്ള ബോണ്ടിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ പുതിയ എംപ്ലോയീസിനെ ഹയർ ചെയ്യുമ്പോൾ സാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? ഒന്ന്, അവരുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. പിന്നെ ഇപ്പം ഒരു ഫ്രഷ് ഹാൻഡ് ആണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആരെങ്കിലും ഒരു കെയർ ഓഫോ അല്ലെങ്കിൽ നമ്മൾ അവന്റെ ഒരു സ്മാർട്ട്നെസ് അതായത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, അയാൾക്ക് വർക്കിനോടുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് തന്നെ പുള്ളിയുടെ ഒരു ഇൻട്രസ്റ്റും ഒരു ഫയറും നമുക്ക് മനസ്സിലാവും. അതിന് ഇനിയിപ്പം അല്ല ഒരു എക്സ്പീരിയൻസ് ഹാൻഡിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്, തീർച്ചയായും നമ്മൾ ബാക്ക് എൻഡ് ഡെഫിനറ്റ്ലി നമ്മൾ ചെക്ക് ചെയ്യും. എപ്പോഴും നമ്മൾ നോക്കുന്നത് ട്രസ്റ്റ് വർത്തി ആണോ എന്നാണ്. നമ്മൾ അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സാറ് സൂപ്പർ ലീഗ് ഫുട്ബോളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് അറിയാൻ കഴിഞ്ഞു. എങ്ങനെയാണ് സാർ അതിലേക്ക് എത്തിയത്? SLK ഫുട്ബോൾ എനിക്ക് പണ്ട് തൊട്ടേ ഈ പറഞ്ഞ പോലെ സിനിമ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദമാണ് ഫുട്ബോൾ. അപ്പം ഞങ്ങളൊരു കുറെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എല്ലാവരും മലപ്പുറം FCയുടെ പ്രൊമോട്ടേഴ്സ്. മലപ്പുറം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ഏറ്റവും ഫുട്ബോൾ ഫാൻസ് ഏറ്റവും കൂടുതലുള്ളതും ഫുട്ബോൾ ക്രേസിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ 6 ടീമാണ് അതിൽ. ഞങ്ങൾ മലപ്പുറം FCയുടെ പ്രൊമോട്ടേഴ്സ് ആണ്. സെക്കൻഡ് സീസൺ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ഞാൻ കണ്ടതിലൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് ബിസിനസിനേക്കാൾ ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടെ ആയിട്ടാണ് കാണുന്നത്. കാരണം യൂത്തിന് ഇത് ഭയങ്കരമായിട്ട്, കാരണം 6 ടീം, അടുത്ത 8 ടീമാണ്. 8 ടീം എന്ന് പറഞ്ഞാൽ ഒരു 25 പേരെന്ന് വെച്ചാൽ 200 പേരാണ്. അതിലൊരു 50 to 60% നമ്മുടെ
യങ് ടാലൻസ് ഇത് മലയാളികൾ തന്നെയാണ്. അപ്പൊ ഇതിനൊരു ഓപ്പർച്യൂണിറ്റി, ഇതൊരു കരിയറായിട്ട് എടുക്കാനുള്ള ഒരു ഇത് ഇപ്പൊ ശരിക്കും സ്പോർട്സ് അറിയാം ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാണ് ഏഷ്യൻ കൺട്രീസിലാണെങ്കിൽ എല്ലാത്തിനും. അപ്പൊ ഇപ്പൊ ക്ലബിലൊക്കെ കളിച്ചാൽ പോലും നമ്മള് സക്സസ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ മറ്റേത് ഫീൽഡിലും ബിസിനസ്സിലാണെങ്കിലോ അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ്സിലൊക്കെ ആണെങ്കിലും ഒക്കെ ഉപരി ഫെയിമും മണിയും കിട്ടുന്ന ഒരു ഫീൽഡാണ്. ഈ ന്യൂ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർ എന്താണ് പറയുന്നത്? ചിലർ ഫെയിൽ ആകുന്നുണ്ട്, ചിലവർ വിജയിക്കുന്നുണ്ട്. എന്താണ് സാർ? നമ്മൾ എത്തിയ ആളിനെക്കാട്ടും കൂടെ നമ്മൾ ശരിക്കും മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് തന്നെ പോകണം എന്നുള്ളതാണ് ഇപ്പം ഇതിൽ പറയാനുള്ളത്. കാരണം ഒന്ന് ഫെയിൽ ആയതുകൊണ്ടൊന്നും നമ്മൾ അതിൽ നിന്ന് മാറുക അല്ലെങ്കിൽ അത് തോറ്റോടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഡിഫറെന്റ് തിങ്കിങ്ങിൽ വന്ന് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ സ്പെൻഡിങ് നേച്ചറിലോട്ട് മാറണം, കൺവേർട്ട് ചെയ്ത് വരണം. റൈറ്റ് ഓപ്പർച്യൂണിറ്റി നമ്മൾ ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കാതെ ശരിക്കും ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു റിലേഷൻ എല്ലാവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാഷ. നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളവും ഇംഗ്ലീഷും പഠിച്ചു കൊടുക്കും. പക്ഷെ ഇന്ത്യയാണ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കാണാൻ ഡെഫിനറ്റ് നമ്മൾ ഹിന്ദി പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് ഭാഷ ഇതിലൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ ഇറങ്ങി ശരിക്കും നമ്മൾ മാർക്കറ്റ് ഫുൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിലെങ്കിലോട്ടും ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. പുതിയ ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റിയുള്ള സാറിന്റെ പ്ലാനുകൾ എന്തൊക്കെയാണ്? പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ് എനിക്ക് ഈ റീറ്റെയിൽ അല്ലാതെ തന്നെ എനിക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, ഇതിന്റെ പ്രോസസ്സിംഗ് ഉണ്ട്, എന്താ പറയാ കോൺട്രാക്ട് ഫാമിംഗ് ഉണ്ട്. കോൺട്രാക്ട് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൈസൂർ അങ്ങനെ അവിടെ നിന്നൊക്കെ ഫാമേഴ്സുമായിട്ടൊരു കൺസോർഷ്യം ഉണ്ടാക്കിയിട്ട് നമ്മുടെ റിക്വയർമെന്റ് എടുത്ത് നമ്മളവിടെ ഒരു കളക്ഷൻ സെന്റർ വെച്ചിട്ട് ഫസ്റ്റ് കട്ട് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി നമ്മൾ എടുക്കുന്നു. നമ്മൾ സെയിം ഡേ ഇന്ന് കളക്ട് ചെയ്യുന്നു, നാളെ രാവിലെ നമ്മൾ സൂപ്പർ മാർക്കറ്റ്സിലും കുറേക്ക ഹോട്ടൽ റെസ്റ്റോറന്റ് കാറ്ററിംഗ് അവർക്കുള്ള സപ്ലൈ അങ്ങനത്തെ ഒരു സിസ്റ്റം ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു നല്ലൊരു വെർട്ടിക്കലായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. സാർ, ബിസ്മി ഹൈപ്പർ മാർട്ടിൽ ഹോം അപ്ലയൻസസും ഗ്രോസറി ഐറ്റംസും ഒക്കെ വമ്പിച്ച ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നത് ഞാൻ പത്രത്തിൽ കണ്ടിട്ടുണ്ട്. ഇത്രയും ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ കൊടുക്കുമ്പോൾ സത്യത്തിൽ കമ്പനിക്ക് അത് ഗുണമാണോ ദോഷമാണോ ചെയ്തിട്ടുള്ളത്? നമ്മളെപ്പോഴും സീസണിലൊക്കെ ആകുമ്പോൾ നമ്മള് ഇതിനെപ്പോഴും ഒരു കോമ്പറ്റീഷൻ ഉണ്ടല്ലോ. കസ്റ്റമർ എപ്പോഴും ഒരു ഡിസ്കൗണ്ട് ഓറിയന്റഡ് ഇത് എപ്പോഴും ഇത് ഓറിയന്റഡ് നോക്കും. എപ്പോഴും ആരായാലും നോക്കും, ഏത് കാറ്റഗറിയിലുള്ള ഒരു വില കുറവുണ്ടെങ്കിൽ ആരും നമ്മുടെ കയ്യിലിരിക്കുന്ന 5 രൂപ കളയാൻ നോക്കുന്നത്. ഡിസ്കൗണ്ട് കിട്ടിയാലും അത്. പക്ഷെ ഇതില് നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമറോട് ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. നമ്മൾ പറയുന്നത് സത്യമായിരിക്കണം. നമ്മളിപ്പോൾ ഒരു ഓഫർ ഇട്ട് അത് കൊടുക്കണം. അതിനിപ്പോൾ അതിൽ ലോസ് വന്നാലും നമ്മൾ കൊടുക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു ലക്കി ഡ്രോ വെച്ചാലും അതിൽ ലോസ് വന്നില്ല. അതൊക്കെ അങ്ങനെയുള്ള ട്രസ്റ്റാണ് ഇതിലൊരു നമ്മളൊരു വിശ്വാസത്തിൽ എടുക്കുന്ന കസ്റ്റമർ. ആ വിശ്വാസം നമ്മൾ ഒരിക്കലും ആനിക്കാൻ നിൽക്കരുത്. അത് എപ്പോഴും നോക്കണം. അങ്ങനെ ഡിസ്കൗണ്ട് നമ്മളൊരു ഓഫർ ഒരു പ്രൊഡക്റ്റ് ഇട്ടാൽ അത് അവൈലബിൾ ആയിരിക്കണം. അത് മസ്റ്റാണ് ഇതിൽ. അതില് ലാഭം അത് വിറ്റാൽ അത് വെറുതെ കസ്റ്റമറെ വെറുതെ നമ്മൾ ചൂടായിട്ട് പിടിക്കണവരെ കാണിച്ചിട്ട് വരുമ്പോൾ കൺവേർഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ റൗണ്ട് ദ ഡേ. ഒരു 1 ഡേ ഓഫർ ആണെങ്കിൽ 1 ഡേ നമുക്ക് പറ്റാവുന്ന ക്വാണ്ടിറ്റി നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റി നമ്മൾ അവൈലബിൾ ആയിരിക്കണം. ഡെഫിനറ്റ്ലി അത് കസ്റ്റമർ ഫുൾ ഉണ്ടാക്കും. പിന്നെ നമ്മൾ ഈ ഓഫർ ഇടുന്ന പ്രൊഡക്റ്റ് എപ്പോഴും ഓർത്തോണം, നമ്മൾ സബ്സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ഒരിക്കലും ഓഫർ ഇട്ട് നമ്മൾ കസ്റ്റമർ കേട്ടാൻ നിൽക്കുന്നത്. ക്വാളിറ്റി പ്രൊഡക്റ്റിൽ തന്നെ പറ്റുന്ന ഡിസ്കൗണ്ട് ഇട്ട് കൊടുത്താവും. കാരണം ആ കസ്റ്റമറെ നമ്മളുമായിട്ട് കണക്റ്റഡ് ആവുള്ളൂ. മറ്റേവര് നമ്മൾ ആ വില നോക്കി ഇന്ന് ഇവിടുന്ന് മേടിക്കുന്ന നാളെ കൊടുക്കുന്നത് നമ്മുടെ കസ്റ്റമർ അല്ല. അതൊരിക്കലും നമ്മുടെ കസ്റ്റമർ അല്ല. അത് പറഞ്ഞാൽ ആ ഓഫർ നോക്കി പോകുന്നു. ഈ കസ്റ്റമർ തന്നെ ഇത് ഇന്ന് എന്താണ് ഏറ്റവും മോശം പ്രൊഡക്റ്റുകളായിരിക്കും ആ കടയിൽ വെച്ച് വിൽക്കുന്നത്. ഈ മേടിക്കുന്നവർ തന്നെ നാളെ അതിനെ കുറ്റം പറയാൻ ചെയ്യും. അപ്പൊ അത് നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഓഫറിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഷുഡ് അഷ്വർ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കും. നിങ്ങൾ നാളെ നിങ്ങളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് സെയിൽസിന് പോയിക്കോ, ബ്രാൻഡ് വിൽക്കാൻ പോയിക്കോ, അന്നും നിങ്ങളുടെ ബുക്കും നിങ്ങളുടെ പ്രൊഡക്റ്റും നിങ്ങളുടെ കമ്പനിയും ക്വാളിറ്റി ഉണ്ടെങ്കിലേ അതിന് വിലയുള്ളൂ, അല്ലെങ്കിൽ വിലയില്ല. അപ്പോൾ നമുക്ക് ഈ ഇൻ്റർവ്യൂവിന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് നന്ദിയുണ്ട് സാർ. സാറിൻ്റെ ഈ തിരക്കേറിയ ജീവിതത്തിനിടയിലും ഞങ്ങൾക്കായി കുറച്ച് സമയം മാറ്റി വെച്ചതിന്. ഞങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കൈൻഡായിട്ടുള്ള സ്വീറ്റായിട്ടുള്ള മറുപടിയായിരുന്നു സാർ പറഞ്ഞത്. ഭാവിയിലായാലും ഒരു ബിസിനസ് ഫീൽഡിലേക്ക് ചെല്ലുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ സാറിൽ നിന്നും പഠിക്കാൻ കഴിഞ്ഞു. വളരെ നല്ലൊരു ഇൻട്രാക്ഷൻ ആയിരുന്നു. താങ്ക് യു സാർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. നല്ലൊരു ഇൻ്റർവ്യൂ ഇതായിരുന്നു. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഐഡിയാസ് കിട്ടിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള പലരുമായിട്ട് നിങ്ങൾ ഒരു ബിസിനസ്സിലോട്ടാണ് ഇൻവോൾവ് ആവുന്നെങ്കിൽ ഒത്തിരി പേരുമായിട്ട് ഇതേപോലെ ഇൻട്രാക്ട് ചെയ്യണം. കാരണം കമ്മ്യൂണിക്കേഷനിലൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് ഒത്തിരി ഗുണങ്ങൾ കിട്ടും. പല രീതിയിലുള്ള ഇപ്പം ഞാൻ എൻ്റെ ഒരു ആംഗിൾ പറഞ്ഞു, ഒരു 10 പേരോട് സംസാരിക്കുമ്പോൾ 10 ഡിഫറെൻറ്റ് ആംഗിൾസ്, അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് വാല്യൂ ഉള്ളതെന്ന് എടുത്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. താങ്ക് യു.